ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മുസ്ലിം വോട്ടുകൾ ആർക്കൊപ്പം? കുറേക്കാലം കോൺഗ്രസിന്റെ കോട്ടകളായിരുന്ന മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ കഴിഞ്ഞ 2 വർഷവും ആം ആദ്മി പാർട്ടി പിന്തുണച്ചത് കോൺഗ്രസിന് തിരിച്ചടിയായി. ദില്ലിയിൽ നിന്നും സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദില്ലിയിൽ ആകെ മൊത്തം 7 മുസ്ലിം സ്വാധീന മണ്ഡലങ്ങൾ. ജമാ മസ്ജിദ് ഉൾപ്പെടുന്ന 7ഓളം മണ്ഡലങ്ങളാണ് 40% വരുന്ന മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഓഖ്ല, ബാബർപൂർ, മുസ്തഫാബാദ്, സീലംപൂർ, മാത്തിയമഹൽ, ബല്ലിമാരൻ, ചാന്ദിനി ചൗക്ക് ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളായ 7 മണ്ഡലങ്ങൾ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടകളായിരുന്നു. 40% വരുന്ന മുസ്ലിം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിന്നാണ്. രാഹുൽ ഗാന്ധി ഇത്തവണ കോൺഗ്രസിനു വേണ്ടി പ്രചാരണം തുടങ്ങിയ മണ്ഡലം സീലംപൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഇരട്ടയക്കത്തിൽ എത്തിക്കാനായെങ്കിലും ഇവിടെ വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. 2020 ഈ 7 സീറ്റിലും ആം ആദ്മി പാർട്ടി തൂത്തുവാരിയതോടെ കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇല്ലാതെയായി. कांग्रेस को नहीं, हम बड़ी सीपी को कांग्रेस सही काम नहीं कर रही है. मुस्लिम वोट जो है आम आदमी को ही पड़ेगा. बीजेपी पड़ सकता है, लेकिन उसको इसने काम अच्छा किया है. रीजन ये है यहाँ से आम आदमी पार्टी जीते. बढ़िया काम किया उन्होंने, हर किसी को पसंद आया. എന്നാൽ 2015 ഈ 7 മണ്ഡലങ്ങളിൽ മുസ്തഫാബാദിൽ BJP വിജയിച്ചു. അന്നും കോൺഗ്രസിന് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം പോലും കിട്ടിയില്ല. കോൺഗ്രസിനെ 5 തവണ പിന്തുണച്ച മണ്ഡലം അത് ദില്ലിയിലെ ബല്ലിമാരൻ. എന്നാൽ കഴിഞ്ഞ തവണയൊന്നും സീറ്റ് ഉറപ്പിക്കാനോ വോട്ടു നേടാനോ കഴിയാത്ത മണ്ഡലം. BJPക്ക് ഇതുവരെയും വിജയിക്കാൻ കഴിയാത്ത മണ്ഡലം എന്ന പ്രത്യേകത കൂടി ബല്ലിമാരന് ഉണ്ട്. ഷീല ദീക്ഷിത് സർക്കാരിൽ 3 തവണ ക്യാബിനറ്റ് മന്ത്രിയായ ഹാറൂൺ യൂസഫിനെ 2020 തെരഞ്ഞെടുപ്പിൽ ബല്ലിമാരൻ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് രംഗത്തിറക്കി. യൂസഫിന് ലഭിച്ചത് 5% വോട്ട് മാത്രം. शीला दीक्षित ने जो अपना काम करा, शीला दीक्षित ने सही काम करे, लेकिन उनको कुछ करप्शन ले डूबा. उन्होंने कॉमनवेल्थ में 2010 में गड़बड़ झाले करे, वो उनको अपना, नहीं तो कांग्रेस कहीं जाता नहीं, कांग्रेस इसलिए बिगड़ गई. ഇത്തവണയും ഹാറൂൺ യൂസഫിന് കോൺഗ്രസ് സീറ്റു നൽകി. ഇവിടെ ആം ആദ്മി പാർട്ടി രംഗത്തിറക്കിയത് പാർട്ടിയുടെ മുസ്ലിം മുഖമായ ഇമ്രാൻ ഹുസൈനെ, നിലവിൽ ദില്ലിയിലെ ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി. കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥി ലതാ സോദിയെ മാറ്റി ഇത്തവണ കമൽ ബാഗ്രിയെ BJP ഇവിടെ പരീക്ഷിക്കുന്നു. ദില്ലി കലാപത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാർ ക്രിമിനലുകൾ അക്രമമഴിച്ചുവിട്ടപ്പോൾ മൗനം പാലിച്ച കോൺഗ്രസിന് പിന്നീട് മുസ്ലിം വോട്ടുകൾ നഷ്ടമായി തുടങ്ങി. കോൺഗ്രസിനേക്കാൾ ഭേദം ആം ആദ്മി പാർട്ടിയാണെന്ന തിരിച്ചറിവ് മുസ്ലിം വോട്ടർമാർക്കിടയിലുണ്ട്. ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്, ദില്ലി.